നാളെ മുതൽ എന്നെക്കൊണ്ട് പറ്റില്ല പ്രദക്ഷിണം വയ്ക്കാൻ. വേറെ ആളെ നോക്കിക്കോ, എനിക്ക് തീരെ വയ്യെന്നൊക്കെ സ്വപ്ന പറയുമ്പോൾ അമ്മ പറയുകയാണ്, അല്ലെങ്കിൽ നിന്നെക്കൊണ്ടൊന്നും ഒരു ഗുണമില്ലെന്ന് എനിക്കറിയാം, ഞാൻ തന്നെ പ്രദക്ഷിണം വെച്ചോളാം, എനിക്ക് പാടില്ലെങ്കിലും കുഴപ്പമില്ല, കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, എൻ്റെ ഗിരിക്ക് വേണ്ടിയിട്ടല്ലേ, മഞ്ജുവിനെ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ സ്വപ്നയ്ക്കത് അത്ര സുഖകരമായി തോന്നുന്നില്ല. അപ്പോൾ സ്വപ്ന പറയുകയാണ്, അല്ലെങ്കിലും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, വിശ്വാസമില്ലാത്ത ആൾക്കാർ പ്രദക്ഷിണമൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല, അല്ലെങ്കിൽ ഇത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്, ഇപ്പോൾ തന്നെ ഇത്രയും വഴിപാട് പൂജയും ഏലസൊക്കെ കിട്ടിയിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്, അവരുടെ ബന്ധം കൂടുതൽ ശക്തി അടിച്ച് കൂടുതൽ സ്നേഹത്തോടെ ആയി വരികയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് ദിഗംബരൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ദിഗംബരനുമായിട്ടല്ലേ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതെല്ലാം, പണ്ട് അങ്ങനെയല്ല, കാളീശ്വരിയായിട്ടല്ലേ, കാളീശ്വരിയോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചു നോക്കും ഇതിന് എന്ത് പരിഹാരമാണ് ഉള്ളത്, ഇത് ഒരു ഗുണമില്ല എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കാൻ പറയുകയാണ്. അപ്പോൾ അമ്മയും പറയുകയാണ്, ഭാനുമ്മയും പറയുകയാണ്, അത് ശരിയാണ്, നമ്മൾ അല്ലെങ്കിൽ നേരത്തെയൊക്കെ സംസാരിച്ചിരുന്നു വെച്ചത് കാളീശ്വരിയായിട്ടല്ലേ, ഇപ്പോൾ കാളീശ്വരിയുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, ഒരു കാര്യം ചെയ്യും, കുഞ്ഞാറ്റ ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ വിളിച്ച് നോക്കാം, മൗനവ്രതത്തിലെങ്ങാനും ആണെങ്കിൽ എടുക്കില്ല കാളീശ്വരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുമ്പോൾ കാളീശ്വരി അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള പ്രദക്ഷിണം വയ്ക്കലും വഴിപാടൊന്നും ചെയ്തിട്ട് ഒരു ഗുണവുമില്ല, അവർ കൂടുതൽ സ്നേഹബദ്ധത്തിലായി വരികയാണ്. അപ്പോൾ അതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ അവിടെ വളരെയധികം പ്രശ്നങ്ങളാണ്. പിന്നെ ഈ പ്രദക്ഷിണം വയ്ക്കലൊന്ന് മാറ്റി കൊടുത്താൽ കൊള്ളാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നോക്കട്ടെ, എനിക്കും തോന്നിയിരുന്നു അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ അന്ന് രാത്രി തന്നെ വിളിച്ച് അന്വേഷിച്ചത്. അപ്പോൾ അവിടെ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതിരുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നേരിട്ട് തന്നെ വന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ്. അതിനുശേഷം ദിഗംബരനോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നീ എന്തൊക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, എല്ലാം കൈവരിച്ചു, അല്ലെങ്കിൽ നീ വലിയ ആളായെന്ന് തോന്നുന്നുണ്ടോ, അതുകൊണ്ടാണോ നീ എന്നോട് അറിയിക്കാതെ ഓരോന്നൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകയാണ്. എന്തായാലും കൊള്ളാം, നേരിട്ട് അവരെ പോയി ഇന്ന് കാണണം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനുള്ള ഫലം അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ്. അതേസമയം അവിടെ ഭാനുമ്മയും കുഞ്ഞാറ്റയും സ്വപ്നയും എല്ലാം ഇവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗിരിയും മഹിമയും കൂടി വന്നിട്ട് എന്താ എല്ലാവരും ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു അതിഥിയുണ്ട്, അത് കാളേശ്വരിയാണെന്ന് പറയുമ്പോൾ രണ്ടുപേരും ഞെട്ടുകയാണ്. പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ കാളേശ്വരി വരികയാണ്. എന്നിട്ട് അകത്തേക്ക് വന്നിട്ടെങ്കിൽ മഞ്ജുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മഞ്ജു ഇറങ്ങി വരുമ്പോൾ മറ്റുള്ളവരെല്ലാം അവിടെ നിന്ന് മാറ്റുകയാണ്. എന്നിട്ടെങ്കിൽ മഞ്ജുവായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് മാറ്റുന്നു. എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നത്, എനിക്ക് നിൻ്റെ അയയിൽ ഇപ്പോൾ ഏലസ് ഉണ്ടോ, അതെനിക്കൊന്ന് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പറയും, ഇത് ഞാൻ തന്ന ഏലസ് അല്ല എന്ന് പറയുന്നു. അതിനുശേഷം അപ്പോഴേക്കും എല്ലാവരും വരികയാണ്. അവരോട് ഇത് സംസാരിക്കാൻ പോകുമ്പോഴേക്കും അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ഗിരിയും മഹിമയും കൂടി ദിഗംബരനോട് സംസാരിക്കുന്നുണ്ട്. താൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് ഓക്കെ ആയിരിക്കോ, ഞങ്ങൾ അറിഞ്ഞ കാര്യം അമ്മ അറിയാൻ പാടില്ല എന്ന് പറയുന്നതനുസരിച്ച് ദിഗംബരൻ വേഗം തന്നെ കാളേശ്വരി അവിടെ നിന്ന് മാറ്റുകയാണ്. ശരിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. കാളേശ്വരി മഹിമയുടെയും ഗിരിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജയാണ് നടത്തിയതെന്നൊക്കെ ഞങ്ങൾക്കറിയാം, ഈ കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവളൊരു പോലീസ് ഉദ്യോഗസ്ഥ കൂടിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അകത്താകും, ദൈവങ്ങളെന്ന് ഇപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതനുസരിച്ച് പിന്നീട് കാളേശ്വരി അകത്ത് പോയിട്ട് മഞ്ജു നല്ല രീതിയിൽ തന്നെ വ്രതം എടുക്കുന്നുണ്ട്, എല്ലാം ഇവിടെ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം പോവുകയാണ്. പോകുന്നതിനിടയിൽ പറയുകയാണ്, ഞാൻ അന്ന് മനസ്സിലാക്കിയ പോലെയല്ല, ഗിരിയും മഞ്ജുവും വളരെ പൊരുത്തമുള്ള നല്ല പാർവതിയും പോലെയുള്ള ദമ്പതികളാണ്, അവരെ പിരിക്കാൻ നമ്മൾ ആളല്ല എന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ്. കാളേശ്വരി പോകുന്നതിന് മുമ്പ് താൻ കിട്ടിയ ഏലസല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മഞ്ജുവിന് സംശയമാവുകയാണ്. മഞ്ജു ഗിരി അകത്ത് വരുമ്പോൾ ബെഡ്റൂമിൽ വരുമ്പോൾ ചോദിക്കുകയാണ്, ഗിരിയേട്ടൻ അങ്ങനെ ചെയ്തിരുന്നു, ഇത് മാറ്റി കെട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കേണ്ടതെന്ന് പറയും.